സമുദ്രത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കരയിലുണ്ടാകുന്നത് പോലെയല്ല. സമുദ്രം ശാന്തമാകാൻ സമയം കൂടുതലെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റടിച്ച് അല്ലെങ്കിൽ തിര വന്ന് അത് പെട്ടെന്നങ്ങ് ശാന്തമാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ട് എപ്പോഴും. അപ്പോൾ അത് കൊണ്ട് എന്താ പറയുക, കരയിലെ മഴ കുറഞ്ഞു ഉടനെ കടൽ ശാന്തമാവും അങ്ങനെ ഒരു അർത്ഥവുമില്ല അതിന്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ കടലിൽ സ്ഥിരമായി പോകുന്നുള്ളവർക്ക് എല്ലാവർക്കും നന്നായി അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരതിൻ്റേതായ ഒരു രീതിയിലേ ഇങ്ങനെയുള്ള അലേർട്ടുകളെ കാണുള്ളൂ എന്നുള്ള ഉറപ്പുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാഗ്രതയിൽ തെല്ലും വിട്ടുവീഴ്ച പാടില്ല. എല്ലാ തുറയിലുമുള്ള ആളുകൾ ജാഗ്രത പാലിക്കേണ്ട 3 ദിവസമാണ്. എല്ലാ രീതിയിലും നമ്മളുടെ ഒരു കാര്യം കഴിഞ്ഞാൽ ശനിയും ഞായറും കൂടി വന്നതുകൊണ്ട് അതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ളതൊക്കെ കൊണ്ട് ഇങ്ങനെയൊരു മഴ വന്നു കഴിഞ്ഞാലും എന്താ പറയുക, ഇങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഓട്ടോമാറ്റിക്കലി അത് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, പാലിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസവും ഉണ്ട്.